മരണപ്പെട്ട ഭാര്യയുടെ മഹർ രണ്ടാമത് വിവാഹം കഴിക്കപ്പെടുന്ന സ്ത്രീക്ക് മഹറായി നൽകാൻ പറ്റുമോ എന്നാണല്ലോ ചോദ്യം. മരണപ്പെട്ട ഭാര്യയുടെ മഹർ ആഭരണം ജീവിതകാലത്ത് ഭർത്താവിന് ഇഷ്ടപ്രകാരം കൊടുത്തതാണെങ്കിലും അല്ലെങ്കിൽ മരണശേഷം അനന്തരമായി ആ മഹർ ചെയിന് ഭർത്താവിന് ഉടമാധികാരത്തിലേക്ക് വന്നതാണെങ്കിലും ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലുള്ള മഹർ കൊടുക്കാൻ പറ്റുന്ന വില കട്ടപ്പെടുന്ന ഏത് വസ്തുവും മഹറായി നൽകാം. അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞത് പ്രകാരം മഹറായി നൽകാവുന്നതാണ്. ഇനി മരണപ്പെടണമെന്നില്ല, ജീവിച്ചിരിപ്പുള്ള ഭാര്യ തന്നെ അവരുടെ മഹർ ചെയ്യുന്ന ഭർത്താവിന് ദാനമായി നൽകി രണ്ടാമതൊരു വിവാഹം ചെയ്യാൻ പോകുന്ന പെണ്ണിന് മഹറായി കൊടുക്കാൻ സമ്മതമുണ്ടെങ്കിൽ അതും കൊടുക്കാം. ചുരുക്കത്തിൽ അതിന് യാതൊരു തകരാറും ഇല്ല. ഭാര്യയുടെ മഹർ മരണപ്പെട്ടാലും മരണപ്പെട്ടിട്ടില്ലെങ്കിലും അത് ഭർത്താവിൻ്റെ ഉടമസ്ഥതയിലേക്ക് തിരിച്ചു വന്നാൽ അത് മറ്റൊരു നിക്കാഹിന് മഹറായി നൽകുന്നതിന് യാതൊരു വിലക്കുമില്ല എന്നു സാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നീരാളിയെ തിന്നാൻ പറ്റുമോ എന്നാണ് ഒരു മാന്യ സഹോദരൻ്റെ ചോദ്യം. എന്താണാവോ അത് സാധനം? ഏതായാലും കടലുള്ള വസ്തുക്കളിൽ തിന്നാൻ പറ്റുന്ന ജീവികളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ തൻ്റെ തുഹഫ 9-ാം വാള്യം 378-ാമത്തെ പേജിൽ വിശദമായി വിവരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുൻ നവവി തങ്ങൾ തൻ്റെ ഷർഹുൽ മുഅദ്ദബിൽ വിവരിച്ചതനുസരിച്ച് വൽ മുഅ്തമദു ഹില്ലു അക്ലി ജമീഇ മാ ഫിൽ ബഹരി ഗൈരിൽ ളിഫ്ദഅ, തവളയല്ലാത്ത മറ്റു വെള്ളത്തിൽ മാത്രം താമസിക്കുന്ന സർവ്വ കടൽ ജീവികളെയും തിന്നൽ അനുവദനീയമാണ് എന്നാണ് ഷാഫി മദ്ഹബിലെ മുഅ്തമദായി ഇമാമുന നവവി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചതായി ഫതുഹുൽ മുഈൻ 222-ാം പേജിൽ ഉദ്ധരിക്കുന്നുണ്ട്. വിഷമുള്ള വസ്തുക്കളെ തിന്നാൽ അപകടകരമാണ്, അതുകൊണ്ട് അത് തിന്നാൻ പാടില്ല. അല്ലാത്തതൊക്കെ മീൻ്റെ കോലത്തിലാണെങ്കിലും അല്ലെങ്കിലും തിന്നാം എന്ന് ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു തൻ്റെ ഷർഹ് മുഹദ്ദബിൽ ഉദ്ധരിച്ചിരിക്കുന്നു. 70,000 തഹ്ലീൽ മരണപ്പെട്ട് പോയവർക്ക് വേണ്ടി ചൊല്ലി അതിൻ്റെ മിസ്ല് സവാബിനെ അവരിലേക്ക് ഹദിയ ചെയ്താൽ ഫലപ്രദമാണെന്ന് ബഹുമാനപ്പെട്ട അല്ലാമ മഖ്ദൂമു തങ്ങളുടെ ഫതുഹുൽ മുഈൻ 328-329 പേജുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതുപോലെ ബഹുമാനപ്പെട്ട തുഹഫത്തുൽ മുഹ്താജിലും മറ്റു ഫിഖ്ഹ് ഗ്രന്ഥങ്ങളിലും എല്ലാം ഉണ്ട്. ഇനി ആയത്തും ഹദീസും വെച്ചാണോ ലക്ഷ്യം പറയേണ്ടത് എങ്കിൽ വളരെ വ്യക്തമായി തന്നെ ഇമാമുമാർ അത് രേഖപ്പെടുത്തുന്നുമുണ്ട്. ഒരൽപ്പം സമയദൈർഘ്യം ഭയന്ന് ഇപ്പോൾ ഇവിടെ മാത്രം ചുരുക്കുന്നു.